ക്രൈസ്തവ സമൂഹം ഉയർത്തിയ പ്രതിഷേധം വകവയ്ക്കാതെ പള്ളി മോസ്കാക്കി മാറ്റിയതിൽ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധം. സംഭവം നടന്നത് തുർക്കിയിലാണെങ്കിലും ഇസ്ലാം മതമൌലികവാദികൾ തീവ്രവാദം മറയാക്കി ലോകമെങ്ങും വലവിരിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പുതിയ തന്ത്രങ്ങളാണ് ഇതിന് ഇക്കൂട്ടർ മറയാക്കുന്നത്. ഇസ്താംബുൾ നഗരപ്രാന്തത്തിൽ 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഹോളി സേവിയർ പള്ളി മോസ്കാക്കി മാറ്റിയതിനെ വിമർശിച്ച് യൂറോപ്യൻ ബിഷപ്സ് കോൺഫറൻസുകളുടെ കേന്ദ്ര സമിതി രംഗത്ത് വന്നത് യൂറോപ്പിൽ ഇസ്ലാം മതമൌലികവാദികൾ ഉയർത്തുന്ന ഭീഷണിയുടെ കൂടി പശ്ചാത്തലത്തിലാണ്. തങ്ങളുടെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരും ഇല്ലാത്ത രാജ്യമാണെന്ന ഹമാസിന്റെ പ്രഖ്യാപിത നയത്തിന്റെ തനിയാവർത്തനമാണ് റജബ് തയ്യിബ് എർദോഗൻ എന്ന തീവ്രവാദി ഭരണാധികാരി തുർക്കിയിൽ തന്റെ ഏകാധിപത്യത്തിൽ നടപ്പാക്കുന്നത്. തുർക്കിയുടെ ചരിത്രത്തെയും ക്രൈസ്തവ വേരുകളെയും തമസ്കരിക്കുന്നതാണ് പള്ളി മോസ്കാക്കി മാറ്റിയ സംഭവമെന്ന് യൂറോപ്യൻ ബിഷപ്സ് കോൺഫറൻസുകളുടെ കേന്ദ്ര സമിതി കുറ്റപ്പെടുത്തി. രാജ്യത്തെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിന്റെ ചരിത്രപരമായ വേരുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമാണിതെന്നത് വ്യക്തമാണ്. മതപരമായ സഹവർത്തിത്വം കൂടുതൽ ദുഷ്കരമാക്കുന്ന ഖേദകരമായ തീരുമാനമാണിതെന്നും ബിഷപ്സ് കോൺഫറൻസ് പ്രസ്താവിച്ചു. മാസങ്ങൾക്ക് മുൻപ് അയൽപ്രദേശമായ നാഗോർണോ കരാബാക്കിയിലെ 1.25 ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികളെ നിരാലംബരാക്കി ആട്ടിപ്പായിക്കാൻ പിന്നണിയിൽ പ്രവർത്തിച്ച ഭീകരവാദിയായ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന് ഇതൊക്കെ മതപരമായ പുണ്യപ്രവൃത്തി മാത്രമാണ്. യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ പ്രാകൃത നടപടിയെ അപലപിച്ചു. ഈ പശ്ചാത്തലത്തിൽ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലും ലോകമെങ്ങും ശക്തി പ്രാപിക്കുന്ന ഉന്മൂലന തീവ്രവാദത്തിന്റെ ഗുരുതര പ്രത്യാഘാതത്തിലേക്ക് വെളിച്ചം വീശുന്നു. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: എർദോഗന് ആരാധകരുള്ള കേരളത്തിൽ മിക്കവരും തുർക്കിയിൽ നടന്നത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ ഇസ്ലാമോഫോബിയയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും അടുപ്പുകല്ല് ചർച്ചയിലുമായതിനാൽ അസർബൈജാനും നാഗോർണോ കരാബാക്കും ഇറാഖും അഫ്ഗാനിസ്ഥാനും മൊസാംബിക്കും ബുർക്കിന ഫാസോയും നൈജീരിയയുമൊക്കെ പോലെ ഖോറ പള്ളിയും ഒഴിവാക്കി. പക്ഷെ ഇതും മലയാളികൾ അറിയണമല്ലോ. ഇരട്ടത്താപ്പുകൾക്കൊക്കെ ഒരു പരിധിയില്ലേ? തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബൂളിന്റെ പ്രാന്തപ്രദേശമായ എദർനെകാപ്പിയിലാണ് ഖോറ പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഹോളി സേവിയർ പള്ളി. 2020 ജൂലൈയിൽ എർദോഗൻ മോസ്കാക്കി മാറ്റിയ ലോകത്തെ ഏറ്റവും വലിയ കത്തീഡ്രലായിരുന്ന ഹാഗിയ സോഫിയയിൽ നിന്ന് 5.5 കിലോമീറ്റർ മാത്രം അകലെയാണിത്. ഖോറ എന്നാൽ വയലാണ്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി വയലിനടുത്തുള്ള ഒരു ആശ്രമ സമുച്ചയത്തിന്റെ ഭാഗമായിരുന്നു. ബൈസന്റൈൻ വാസ്തുവിദ്യയിൽ നിർമ്മിതമായതും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായ പള്ളിയുടെ മേൽത്തട്ടിലും ചുവരുകളിലും വിശ്വപ്രസിദ്ധമായ മൊസൈക് ചിത്രങ്ങളുണ്ട്. ആദിമനുഷ്യരായ ആദവും ഹവയും ഉൾപ്പെടെ ക്രിസ്തുവിന്റെ പൂർവ്വ പരമ്പരകളുടെ ചിത്രങ്ങൾ ക്രൈസ്തവ സംസ്കാരത്തിന്റെ വിലപ്പെട്ട അവശേഷിപ്പുകളായിരുന്നു. ബൈസന്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക 1948 മുതൽ 10 വർഷമെടുത്ത് കലാസൃഷ്ടികളെ പുനരുദ്ധരിച്ചിരുന്നു. പരിഷ്കൃത ലോകക്രമത്തെയും മതസഹിഷ്ണുതയെയും ചവിട്ടിമതിച്ച് പള്ളിയെ നിർലജ്ജം മോസ്കാക്കിയവർ ആ കലാസൃഷ്ടികളെ നിലനിർത്തുമോ നശിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല. 11-14 നൂറ്റാണ്ടുകളിൽ പുതുക്കിപ്പണിത പള്ളി 1510-ൽ ഓട്ടോമൻ ഭരണാധികാരിയായിരുന്ന ബയാസിദ് രണ്ടാമനാണ് കരിയാക്കാമി എന്ന പേരിൽ ആദ്യം മോസ്കാക്കി മാറ്റിയത്. മതേതരവാദിയെന്ന് അവകാശപ്പെട്ടിരുന്ന കമാൽ അത്താതുർക്ക് 1945-ൽ ഇത് മ്യൂസിയമാക്കിയിരുന്നു. 2019 നവംബറിലാണ് മുസ്ലിം മതഭ്രാന്തന്മാരെ തൃപ്തിപ്പെടുത്താൻ തുർക്കി കൌൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ എർദോഗൻ അത് വീണ്ടും മോസ്കാക്കാൻ തീരുമാനിച്ചത്. 2020 ഒക്ടോബർ 30 വെള്ളിയാഴ്ച അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഇക്കഴിഞ്ഞ മെയ് 6-ന് ഔദ്യോഗികമായി മോസ്ക് തുറന്നുകൊടുത്തു. ഇതാണ് ചരിത്രം. അതായത് മനുഷ്യവംശം പിന്നിലുപേക്ഷിച്ച ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു നടക്കുന്നവരുടെ പ്രവർത്തികൾ. മലയാളികൾ ഇതൊന്നും അറിയേണ്ടെന്നാണോ? ചേർത്തു വായിക്കാനും പഠിക്കാനും ചരിത്രവും ചില വർത്തമാനങ്ങളും വേറെയുമുണ്ട്. തെക്കു പടിഞ്ഞാറ് ഏഷ്യൻ പ്രദേശങ്ങളും ചില വടക്കുകിഴക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നുൾപ്പെടെ യുദ്ധവും ആഭ്യന്തര കലാപവും പട്ടിണിയും മൂലം കുടിയേറിയ മുസ്ലിങ്ങൾ അഭയം കൊടുത്തവർക്കെതിരെ നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങളും കൊലപാതകങ്ങളും യൂറോപ്പിന്റെ സമാധാനം കെടുത്തുകയാണ്. ക്രിസ്തുമതത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 5% ക്രൈസ്തവരാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളത് സൈപ്രസിൽ മാത്രമാണ്. കൊന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും 2ാം തരം പൌരന്മാരാക്കിയും മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ചും എത്ര ക്രൈസ്തവരെ ഇല്ലാതാക്കി. 1915-20 കാലത്ത് അർമേനിയയിൽ ഓട്ടോമൻ തീവ്രവാദികൾ കൊന്നൊടുക്കിയ 15 ലക്ഷം ക്രൈസ്തവരുടെ അനന്തര തലമുറയിൽപ്പെട്ടവരെയാണ് നാഗോർണോ കരാബാക്കിയിൽ നിന്ന് അസർബൈജാൻ അടുത്തയിടെ തല്ലിയോടിച്ചത്. തലമുറകളായി സമ്പാദിച്ചതൊക്കെയും പിന്നിലുപേക്ഷിച്ചാണ് അവർ അർമേനിയയിലേക്ക് പോയത്.
തൊട്ടു പിന്നാലെ അവരുടെ പള്ളികളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തി. എത്ര മലയാളം പത്രങ്ങളിൽ വാർത്ത വന്നു? എത്ര ചാനലുകൾ ചർച്ച ചെയ്തു? എവിടെ പോയി വർഗീയ വിരുദ്ധ യൂട്യൂബ് ചാനലുകൾ? ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരും ഇല്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും ഇവർ തീവ്രവാദികളല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, താലിബാൻ, അൽ ഖ്വയ്ദ, അൽ നുസ്ര ഫ്രണ്ട്, അൽ ഷബാബ് തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ നെഞ്ചേറ്റി നടക്കുന്ന നിരവധി പേർ കേരളത്തിലുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കെണിയിൽ വീണോ അവരുടെ വിസ്മയങ്ങൾ ഏറ്റുപിടിക്കുന്നവർ ലോകത്ത് ഇസ്ലാമോഫോബിയ ഇല്ലെന്ന് തർക്കിച്ച് പട്ടിയെ ആടാക്കുകയാണെന്ന് കപടമുഖങ്ങൾ തുറന്നുകാട്ടി ദീപിക വ്യക്തമാക്കുന്നു. തീവ്രവാദത്തിന്റെയും മതവിദ്വേഷത്തിന്റെയും പ്രചാരകരായ സക്കീർ നായിക്കിനെ പോലെയുള്ളവരെ പല രാജ്യങ്ങളും നിരോധിച്ചു തുടങ്ങി. അൾജീരിയ, മൊറോക്കോ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്വേഷ പ്രചാരകരായ ഇമാമുമാർക്ക് ഇപ്പോഴത്തെ കുടിയേറ്റ നിയമമനുസരിച്ച് തുടരാനാകില്ലെന്ന് ഫ്രാൻസ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. 300 പേർക്ക് രാജ്യം വിടേണ്ടി വരുമെന്നാണ് സൂചന. തകർക്കപ്പെടുന്ന ചില ആരാധനാലയങ്ങൾക്ക് വേണ്ടി മാത്രം തലതല്ലിക്കരയുന്ന ചില വംശഹത്യകളെ മാത്രം വാർത്തയാക്കുന്ന, ലോകത്ത് ഏറ്റവുമധികം മതതീവ്രവാദം കൈയാളുന്നവരെ ചോദ്യം ചെയ്യാത്ത, ഏറ്റവുമധികം മതപീഡനമേൽക്കുന്ന ക്രിസ്ത്യാനികളെ ഇരകളായി കാണാത്ത ഈ കാപട്യമാണ് ലോകസമാധാനത്തിനും മതേതരത്വത്തിനും ഇന്നുള്ള ഭീഷണി. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മലയാളിയോ തമിഴനോ ആരുമാകട്ടെ യുദ്ധങ്ങളെയും കലാപങ്ങളെയും ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയും മനുഷ്യാവകാശങ്ങളെ ചിലർക്കു മാത്രമായി തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. ഇരകളെ മതം നോക്കി പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ സംശയകരമായ പ്രസംഗങ്ങളും ചർച്ചകളും പ്രവൃത്തികളും ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കില്ല. വർഗീയതയോ തീവ്രവാദത്തെയോ നിങ്ങൾക്ക് തൊടാനാവില്ല. മനുഷ്യവംശത്തിന്റെ പൊതുനന്മയ്ക്ക് ഒരു സംഭാവനയും ചെയ്യാനാകാത്ത നിങ്ങളുടെ ആത്മരതി സമാനമായ അവകാശവാദങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ഒരുനാൾ ലോകം തിരിച്ചറിയും. വർഗീയതയ്ക്ക് തീവ്രവാദ വളമിട്ട ഈ പിഴവിന് നാട് ഇനിയും വില കൊടുക്കേണ്ടി വരും. ഇസ്താംബൂളിലെ ഖോറ പള്ളിയുടെ വിശുദ്ധ അൾത്താരയിൽ നിന്ന് ഉയരുന്ന വാങ്കുവിളി ക്രൈസ്തവരുടെ നൊമ്പരം മാത്രമല്ല, ലോകസമാധാനത്തിന് നേർക്കുള്ള വെല്ലുവിളിയുമാണ്. തീവ്രവാദ വൈറസിന്റെ പ്രകടനങ്ങൾ നമുക്കതിനെ കൈകോർത്തു നിന്ന് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത്ര കൂടി പറയട്ടെ, ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന തീവ്രവാദങ്ങൾക്ക് ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഉത്തരവാദിയാകില്ല. അതിനെ ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാതിരിക്കുവോളം ദീപിക അവസാനിപ്പിക്കുന്നു. ലോകത്തിന്റെ മുഖം മറയ്ക്കുന്ന ഈ കപടതയ്ക്കെതിരെ ദീപിക അവസാനിപ്പിച്ചിടത്തു നിന്ന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സമയമായി.